മക്കളെ, ഇന്ന് നമുക്ക് ബാരിഷ് കെ ബാദ് എന്ന കഹാനിയിലെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് നിങ്ങൾ അറിയാതെ നിങ്ങൾ ഹിന്ദി പഠിക്കുകയാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിൻ്റെ മീനിങ് അറിഞ്ഞ് അതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അത് എഴുതിയെടുക്കണം, എഴുതി പഠിക്കണം എന്നില്ല. കേട്ടാൽ മാത്രം മതി. കേട്ട് പഠിക്കുക. കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഹിന്ദി പഠിക്കുകയാണ്. 1-2 പ്രാവശ്യം ഫുള്ളായിട്ട് കേൾക്കുക. കേട്ടാൽ തന്നെ എന്താണ്, നിങ്ങൾ അറിയാതെ നിങ്ങൾ ഹിന്ദി പഠിക്കുന്നു, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കാൻ പഠിക്കുകയാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കി എഴുതാൻ കൂടെ നിങ്ങൾ പഠിക്കുന്നു. ഓക്കെ, ഇതൊന്നും നിങ്ങൾ ചെയ്യാതെ തന്നെ ഇത് കേൾക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഗുണമാണത്. തീർച്ചയായും എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കേട്ട് പഠിക്കണം. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗുഡ്ഡു ആർ ഗുഡലി കഹാം ഗഡേ ഥേ. ഗുഡ്ഡു और ഗുഡലി കഹാം ഗഡേ ഥേ. ഗുഡ്ഡുവും ഗുഡലിയും കഹാം എവിടെ ഗഡേ ഥേ നിൽക്കുകയായിരുന്നു. ഗുഡ്ഡുവും ഗുഡലിയും എവിടെ നിൽക്കുകയായിരുന്നു? ബർസാത്തി നാലേമേ. എവിടെയാണ് ഗുഡ്ഡുവും ഗുഡലിയും നിന്നത്? ബർസാത്തി നാലേ അല്ലേ? നമ്മൾ ആ പാഠത്തിൽ പഠിച്ചതാണ്. നമ്മുടെ ബാരിഷ് കെ ബാദ് എന്ന ആ ചാപ്റ്ററിൽ നിന്നും എത്രമാത്രം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, വളരെ ഉപകാരപ്രദമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കാണാം. वे दोनों क्या कर रहे थे? वे दोनों क्या कर रहे थे? वे അവർ, ദോനോം രണ്ടുപേരും, ക്യാ കർ രഹേ ഥേ എന്തു ചെയ്യുകയായിരുന്നു? അവർ രണ്ടുപേരും എന്തു ചെയ്യുകയായിരുന്നു? പത്തേ കി നാവ് തൈരാനെ കി കോശിഷ് കർ രഹേ ഥേ. കോശിഷ് कर रहे थे. पत्ते की नाव तैराने की कोशिश कर रहे थे. ലീഫ് ബോട്ട് ഒഴുക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കോശിഷ് കർണ ശ്രമിക്കുക, തൈർന ഒഴുക്കുക. ശരിക്കും തൈർന എന്ന് പറഞ്ഞാൽ നീന്തുക എന്നുള്ള അർത്ഥമാണ്. തൈരാന നീന്തിക്കുക, അതായത് അതിനെ ഒഴുക്കി വിടുക, തോണിയെ ഒഴുക്കി വിടുക. നാവ് മേ കുൽ കിത്തനി സവാരിയാം ദി. നാവുമേം തോണിയിൽ, കുൽ ടോട്ടലായിട്ട്, കിത്തനി എത്ര, സവാരിയാം യാത്രക്കാർ, ദി ഉണ്ടായിരുന്നു. തോണിയിൽ മൊത്തമായും എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. എത്ര പേരുണ്ടായിരുന്നു? 4 സവാരിയാം ദി, 4 യാത്രക്കാരുണ്ടായിരുന്നു. സവാരിയാം കോൻ കോൻ ദി, യാത്രക്കാർ കോൻ കോൻ ആരെല്ലാം, ദി ആയിരുന്നു, യാത്രക്കാർ ആരെല്ലാമായിരുന്നു. ലാൽ കാല കീട, ആരൊക്കെയായിരുന്നു യാത്രക്കാര്? ലാൽ കാല കീട, കറുപ്പും ചുമപ്പുമുള്ള കളറിലുള്ള പ്രാണി. കേഞ്ചുവ മണ്ണിര, മാൻടക് തവള, ചീംട്ട ഉറുമ്പ്. ഈ 4 പേരായിരുന്നു ആ തോണിയിലെ യാത്രക്കാർ. കിസ്കോ പക്കഡ്ന ആസാൻ നഹീം ദാ. കിസ്കോ ആരെ, പക്കഡ്ന പിടിക്കുക, ആസാൻ എളുപ്പം ആയിരുന്നില്ല. ആരെയാണ് പിടിക്കാൻ എളുപ്പമായിരുന്നില്ല എന്ന് പറഞ്ഞത്? മേണ്ടക്കോ. ആരെയാണ് പിടിക്കാൻ എളുപ്പമാവാതിരുന്നത്? ആരെയായിരുന്നു? മേണ്ടക്കോ. മേണ്ടക്ക് തവള, തവളയെ. गुड्डू ने मेंढक को कहाँ बिठा दिया? गुड्डू मेंढक को തവളയെ കഹാം എവിടെ ബിഡാ ദിയ ഇരുത്തി. ഗുഡ്ഡു തവളയെ എവിടെയാണ് ഇരുത്തിയത്? പത്തേക്കെ നാവമേ, ലീഫ് ബോട്ടിൽ. एक सवार ने पानी में छलांग लगा दी. वह सवार कौन था? वह सवार कौन था? एक सवार ने पानी में छलांग लगा दी. ഒരു യാത്രക്കാരൻ
വെള്ളത്തിലേക്ക് ചലാങ്ക് പറഞ്ഞ എടുത്തു ചാടുക, വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ബഹു സവാർ കോന്ത, ആ യാത്രക്കാരൻ ആരായിരുന്നു? മേണ്ടക്. വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ യാത്രക്കാരൻ മേണ്ടക്കായിരുന്നു, തവളയായിരുന്നു. നാവ് ക്യോം പലട് ഗയി, നാവ് തോണി എങ്ങനെയാണ് മറിഞ്ഞത്? ക്യോം എന്തുകൊണ്ട്, എങ്ങനെയാണ് ആ തോണി മറിഞ്ഞത്? മേണ്ടക് പാനി മേ ഛലാങ് ലഗാ ദി, മേണ്ടക്ക് വെള്ളത്തിലേക്ക് ഛലാങ് ലഗാതി എടുത്തു ചാടി. ഹിൽക്കർ നാവ് പലട് ഗയി, ഇളകിയിട്ട്, ഓളത്തില് ഇളകിയിട്ട്, നാവ് പലട് ഗയി തോണി മറിഞ്ഞുപോയി. ഹിൽന ഇളകുക, ഹിൽക്കർ ഇളകിയിട്ട്, ആ തോണി ഇളകിയാണല്ലോ മറിഞ്ഞു വീണ, നമ്മൾ പഠിച്ചതല്ലേ. ഗുഡ്ഡു ആർ ഗുഡ്ഡലി ദോനോ ബഹുത് ഖുശ് ഥേ, ക്യോം? ഗുഡ്ഡു ഗുഡലി ദോനോം രണ്ടുപേരും, ബഹുത്ത് ഖുശ് ഥേ വളരെ സന്തോഷത്തിലായിരുന്നു. ക്യോം എന്തുകൊണ്ട്, എന്താണ് അവർ സന്തോഷത്തിലാവാനുള്ള കാരണം? നാവ് പാനി കെ സാത്ത് ബഹ് രഹി, തോണി വെള്ളത്തിനോടൊപ്പം ബഹ് രഹി, ബഹ്ന ഒഴുകുക, ഒഴുകിക്കൊണ്ടിരുന്നു. അവരുണ്ടാക്കി വിട്ട തോണി വെള്ളത്തിനോടൊപ്പം ഒഴുകിക്കൊണ്ടിരുന്നു, ഒഴുകിപ്പോകുന്നു കണ്ടപ്പോഴാണ് അവർ സന്തോഷിക്കാൻ തുടങ്ങിയത് അല്ലേ. യഹ് ദേഖ് കർ, ഇത് കണ്ടിട്ട്, ദോനോം രണ്ടുപേരും ഖുശ് കി, സന്തോഷത്തിലായി. നാവ് കോ പലട്തേ ഹുയേ ദേഖ്നെ പർ ബച്ചോം നെ ക്യാ കിയാ, നാവ് കോ, നാവ് തോണി, പലട്തേ ഹുയേ, പലട്ന മറിയുക, ദേഖ്നെ പർ കണ്ടപ്പോൾ, ബച്ചോം നെ കുട്ടികൾ, ക്യാ കിയ എന്തു ചെയ്തു? തോണി മറയുന്നത് കണ്ടപ്പോൾ കുട്ടികൾ എന്താണ് ചെയ്തത്? ദോനോം ഉൽട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഭാഗെ, രണ്ടുപേരും മറിഞ്ഞ് ഒഴുകുന്ന തോണിക്ക് പിന്നാലെ ഓടി. ഉൽട്ടി ബഹത്തി മറിഞ്ഞൊഴുകുന്ന, നാവ് കെ പീച്ചെ തോണിക്ക് പിന്നാലെ, ഭാഗെ ഓടി. നാവ് പലटने पर चिमटा क्या करते हुए दिखा, നാവ് പലटने पर चिमटा क्या करते हुए दिखा, തോണി പലटने पर മറിഞ്ഞപ്പോൾ, ചിംട്ട ഉറുമ്പ്, ക്യാ കർത്തേ ഹുയേ ദിഖ എന്തു ചെയ്യുന്നതാണ് കണ്ടത്? തോണി മറിഞ്ഞപ്പോൾ ഉറുമ്പ് എന്തു ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. चिमटा पानी में तैरकर एक टहनी की तरफ जाता देखा, ले चिमटा जाता दिखा. चिमटा पानी में तैरकर, चिमटा വെള്ളത്തിൽ നീന്തിയിട്ട്, തൈർക്കർ നീന്തിയിട്ട്, ഏക് ടഹനി ഒരു മരക്കൊമ്പ്, കീ തരഫ് അതിനു നേരെ, ജാത്താ ദിഖ പോകുന്നത് കണ്ടു. കേഞ്ചുവ കഹാം ചലാ ഗയ, കേഞ്ചുവ മണ്ണിര, കഹാം എവിടെ, ചലാ ഗയ പോയി, മണ്ണിര എവിടെ പോയി? പാനി കെ അന്തർ കഹീം ചലാ ഗയ, വെള്ളത്തിൻ അടിയിൽ എവിടെയോ പോയി. പാനി കെ അന്തർ വെള്ളത്തിനടിയിൽ, കഹീം ചലാ ഗയ എവിടെയോ പോയി. അടുത്ത ക്വസ്റ്റ്യൻ. ഗുഡ്ഡു ആർ ഗുഡലി ക്യോം ഉൽട്ടി ബഹത്തി നാവ് കെ പീച്ചെ ഭാഗെ, ഗുഡ്ഡു ആർ ഗുഡലി, ഗുഡ്ഡുവും ഗുഡലിയും, ക്യോം എന്തുകൊണ്ട്, ഉൽട്ടി ബഹത്തി മറിഞ്ഞൊഴുകുന്ന, നാവ് കെ തോണിയുടെ, പീച്ചെ പിന്നാലെ, ഭാഗെ ഓടി. എന്തുകൊണ്ടാണ് ഗുഡ്ഡുവും ഗുഡലിയും മറിഞ്ഞൊഴുകുന്ന തോണിക്ക് പിന്നാലെ ഓടിയത്? സബി ജീവോം കോ ബച്ചാനെ കെ ലിയെ, എല്ലാ ജീവജാലങ്ങളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി. സബി ജീവോം കോ എല്ലാ ജീവജാലങ്ങളെയും, ബച്ചാനെ രക്ഷപ്പെടുത്തുക, കേലിയെ വേണ്ടി എല്ലാ ജീവജാലങ്ങളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി. അവരതിൽ കുറച്ച് ജീവികളെയൊക്കെ ഇരുത്തിയിട്ടുണ്ടല്ലേ, തവള, ഉറുമ്പ്, കേഞ്ചുവ അതിനെയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. മണ്ണിര, കേഞ്ചുവ പറഞ്ഞാൽ മണ്ണിര. അപ്പൊ അതിനെയൊക്കെ രക്ഷപ്പെടുത്തണം, അവരാണ് അതിൽ ഇരുത്തി അതിനെ ആ തോണി വിട്ടത് അല്ലേ. അപ്പൊ അതിനു വേണ്ടി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ കുട്ടികള് തോണിക്ക് പിന്നാലെ ഓടിയത്. ലാൽ കാലെ കീടെ കഹാം ദിഗായി ദിയെ, കറുപ്പും ചുമപ്പുമുള്ള കീടത്തിന് എവിടെയാണ് കാണപ്പെടുന്നത്? ദിഗായി ദിയെ കാണപ്പെടുന്നത്. ഈ കഹാം എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ് കാണപ്പെടുന്നത്? കോസം കെ പേട് പർ, കോസം ട്രീയിൽ അല്ലെ, കോസം കെ പേട് പർ ആണ് നമ്മളെ കറുപ്പും ചുവപ്പുമുള്ള കീടത്തിന് കാണപ്പെടുന്നത്.
ഗോകുൽ ഗായ് കിസ് മൗസം മേ ദിഖ്തി ഹെ. ഗോകുൽ ഗായ് ഏത് മൗസം കാലാവസ്ഥ മേ ദിഖ്തി ഹെ കാണുന്നത്. ഗോകുൽ ഗായ് ഏത് കാലാവസ്ഥയിലാണ് കാണുന്നത്. ഗോകുൽ ഗായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീടത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനെ ഏത് കാലാവസ്ഥയിലാണ് കാണുന്നത് എന്നാണ് ചോദിച്ചത്. ബർസാത്തി മൗസം മേ. ബർസാത്തി മൗസം മഴക്കാലം. ഏത് കാലത്താണ്? മഴക്കാലത്താണ് കാണുന്നത്. ഗോകുൽ ഗായ് കി വിശേഷതായേം ക്യാ ക്യാ ഹെ. ഗോകുൽ ഗായുടെ വിശേഷതകൾ ക്യാ ക്യാ എന്തെല്ലാം ഹെ ആണ്. സുന്ദർ, അതിന്റെ വിശേഷത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുന്ദർ സുന്ദരമാണ്. മഖ്മലി മൃദുലമാണ്. ലാൽ രംഗ് ചുവന്ന നിറം. കീട ചുവന്ന നിറത്തിലുള്ള കീടം. സുന്ദരമായ ചുവന്ന നിറത്തിലുള്ള കീടം. മിനുസമുള്ള നല്ലൊരു എന്താ പറയാ വെൽവെറ്റ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുലമായ ശരീരമുള്ള മിനുസമുള്ള ശരീരമുള്ള നല്ല ചുമന്ന നിറത്തിലുള്ള സുന്ദരമായ ഒരു കീടമാണത്. ബच्चे ഗോകുൽ ഗായ് കോ ലേക്കർ ക്യാ കർത്തെ ദേ. ബच्चे ഗോകുൽ ഗായ് കുട്ടികൾ ഗോകുൽ ഗായെ ലേക്കർ എടുത്തിട്ട് ക്യാ കർത്തെ ദേ എന്തു ചെയ്യുമായിരുന്നു. ഗോകുൽ ഗായ് എന്ന പ്രാണി അതിനെടുത്തിട്ട് കുട്ടികൾ എന്താണ് ചെയ്യാറുള്ളത് എന്നാണ് ചോദ്യം. എന്താണ് ചെയ്യാറുള്ളത്? മാച്ചിസ് കി ഡിബി. മാച്ചിസ് കി ഡിബി തീപ്പെട്ടിക്കൂട്. മേം ഇൽ. അപ്പൊ മാച്ചിസ് കി ഡിബി മേം തീപ്പെട്ടിക്കൂടിൽ. ഇകട്ടാ കർത്തേതേ ശേഖരിക്കുമായിരുന്നു. ഇകട്ടാ കർണ ശേഖരിക്കുക. ഗുഡലി കഹാം ജാക്കർ ഗോകുൽ ഗായ് കോ ടൂണ്ടനെ ലഗി. ഗുഡലി കഹാം എവിടെ, ജാക്കർ പോയിട്ട്, ഗോകുൽ ഗായ്ക്കോ ഗോകുൽ ഗായ്കളെ ടൂണ്ടനെ ലഗി ടൂണ്ടനെ അന്വേഷിക്കുക, അന്വേഷിക്കാൻ തുടങ്ങി. ഗുഡലി എവിടെ പോയാണ് ഗോകുൽ ഗായ്കളെ അന്വേഷിക്കാൻ തുടങ്ങിയത്? ചാന്ദിനി കെ തലേ ജാക്കർ. ചാന്ദിനി മരത്തിന് താഴെ ചെന്നിട്ട്. ചാന്ദിനി കെ തലേ ചാന്ദിനി മരം. ചാന്ദിനി മരം എന്താണ്? നമ്പ്യാർ വട്ടമരം. അതിന് താഴെ ചെന്നിട്ടാണ് ഗോകുൽ ഗായിനെ നോക്കാൻ തുടങ്ങിയത്. തർ ബദർ ഹോനെ സെ ഗുഡലി കി പ്രതിക്രിയ ക്യാ ദി. തർ ബദർ ഹോനെ സെ ഗുഡലി കി പ്രതിക്രിയ ക്യാ ദി. തർ ബദർ ഹോന ആകെ നനയ. ആകെ നനഞ്ഞു. അതിനുശേഷം ഗുഡലി കി പ്രതിക്രിയ ഗുഡലിയുടെ പെരുമാറ്റം എന്തായിരുന്നു? അവളുടെ പ്രതികരണം. അവൾ നനഞ്ഞു. നനഞ്ഞപ്പോൾ ഉണ്ടായ ഗുഡലിയുടെ പ്രതികരണം ക്യാദി എന്തായിരുന്നു? വഹ് ചില്ലാക്കർ ഗുഡ്ഡു കെ പീച്ചെ ദൗഡ. വഹ് അവൾ, ചില്ലാക്കർ ബഹളം വെച്ചുകൊണ്ട്, കൂവി വിളിച്ചുകൊണ്ട്, ഗുഡ്ഡു കെ പീച്ചെ ഗുഡ്ഡുവിന് പിന്നാലെ ദൗഡ ഓടി. ഭാഗ് ദൗഡ് മേം ഗുഡ്ഡു കോ ക്യാ ഹുവാ. ഭാഗ് ദൗഡ് വെപ്രാളം പിടിച്ച ഓട്ടം. ഭാഗ് ദൗഡ് മേം വെപ്രാളം പിടിച്ച ഓട്ടത്തിൽ. ഗുഡ്ഡുക്കോ ഗുഡ്ഡുവിന്, ക്യാ ഹുവ എന്ത് സംഭവിച്ചു. വെപ്രാളം പിടിച്ചോടുന്ന സമയത്ത് ഗുഡ്ഡുവിന് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിച്ചത്. ഗുഡ്ഡു കീച്ചട് മേ ഗിർ പട. ഗുഡ്ഡു ചെളിയിൽ വീണു. ഗുഡ്ഡു കീച്ചട് ചെളി, ഗിർന വീഴുക, ഗിർപട വീണു. ഗുഡ്ഡു ചളിയിൽ വീണു. कीचड़ में गिरने पर गुड्डू और गुडली की प्रतिक्रिया क्या दी. कीचड़ में गिरने पर गुड्डू और गुडली की प्रतिक्रिया क्या दी. ചളിയിൽ വീണപ്പോൾ, ആ ചളിയിൽ വീണതിന് ശേഷം ഗുഡ്ഡു ആർ ഗുഡലി ഗുഡ്ഡുവിനും ഗുഡലിക്കും അവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പ്രതികരണം ഖ്യാതി എന്തായിരുന്നു? ചളിയിൽ വീണ ഗുഡ്ഡുവിന്റെയും ഗുഡലിയുടെയും പ്രതികരണം എന്തായിരുന്നു എന്നാണ് ചോദ്യം. തോനോ ഹസ് രഹേ രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി. ചളിയിൽ വീണ ഗുഡ്ഡുവും ചിരിച്ചു, അത് കണ്ട് ഗുഡലിയും ചിരിച്ചു. അല്ലെ, നമ്മളത് പഠിച്ചതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ചിരി. രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മള് ബാരിഷ് കെ ബാദ് എന്ന കഹാനിയിലൂടെ പഠിക്കുന്നത്. നിങ്ങൾക്കും അതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ട് പഠിക്കാം.
എന്നിട്ട് ഒരു 5, 6 അല്ലെങ്കിൽ ഒരു 10 വരെ ക്വസ്റ്റ്യൻ കേട്ടതിന് ശേഷം ബാക്കിയുള്ളത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കാം. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ വ്യക്തമായിട്ട് കേട്ട് പഠിക്കണം. കൂടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഹിന്ദി പഠിക്കും. പറഞ്ഞല്ലോ, ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ അത് ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം കാണാം.